പാപിനിയായിട്ടുള്ള സ്ത്രീ അവന്റെ അടുക്കലേക്ക് വന്നപ്പോ അവൾക്ക് വേണ്ടി ഈശോ ദയ കൊടുത്തു. അപരന് അർഹിക്കാത്തതുപോലും അപരന് വേണ്ടി നീ കൊടുക്കുന്നതിന്റെ പേരാണ് ദയ എന്നത്, കൈൻഡ്നസ്. വേറൊരാൾ അർഹിക്കുന്നത് അയാൾ വളരെ പ്രയാസത്തിലാണ്, കൊടുക്കാം. ഇതാ ഒരാൾ അർഹിക്കുന്നില്ല, എന്റെ ഭാഗത്ത് നിന്ന് ഒന്നും അയാൾ അർഹിക്കുന്നില്ല, അയാളോടും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം കൊടുക്കുമ്പോ, നന്മ കൊടുക്കുമ്പോ അത് കൈൻഡ്നസ് ആണ്. കുരിശിൽ കിടക്കുന്ന ഈശോ തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, കരുണയാണ്, കൈൻഡ്നസ് ആണ്. അവരിൽ തന്നെ അവർ അർഹിക്കുന്നില്ലെങ്കിലും ഈശോ അത് കൊടുക്കുകയാണ്. ദൈവം നമുക്ക് തരുന്നതൊക്കെ നമ്മൾ അർഹിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ? നമുക്ക് ദൈവം നല്ല ഭവനം തന്നത് നമ്മൾ അത് അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ? നമുക്ക് ആരോഗ്യം തന്നത്, മക്കളെ തന്നത്, ബുദ്ധി തന്നത്, കാഴ്ച തന്നത്, കേൾവി തന്നത്, വിജയം തന്നത് നമ്മളത് ഡിസേർവിംഗ് ആയതുകൊണ്ടാണോ? ശരിക്കും ഒരു കണക്കെടുത്താ നമ്മൾ എന്തിനാ ഡിസേർവിംഗ്? ആം ഐ ഡിസേർവിംഗ് റിയലി? ഞാൻ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ഒരാളാണോ? ഞാൻ ഇന്ന് ആസ്വദിക്കുന്ന സമൃദ്ധികൾ വെച്ചിട്ട് ചോദിക്ക്, ഞാൻ യഥാർത്ഥത്തിൽ ഇത് അർഹിക്കുന്നുണ്ടോ? നീ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ കരുണ ധരിക്കുന്നതിന്? നീ ക്രിസ്തുവിന്റെ കരുണ ധരിക്കുമ്പോ അപരന് അവകാശപ്പെട്ടതാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല നീ കൊടുക്കുന്നതെന്ന്. പാപിനിയായ സ്ത്രീയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, പൊയ്ക്കോ എന്ന് പറഞ്ഞത് അവൾ എന്തെങ്കിലും ഡിസേർവിംഗ് ആയിട്ടാണോ? അവൾക്ക് എന്ത് ഡിസേർവിംഗ് ഉണ്ടായിരുന്നു? ഇല്ല, ഒന്നും അർഹിക്കുന്നില്ല. കുമ്പസാരക്കൂട്ടിൽ നിന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തിൽ പൊയ്ക്കോ എന്ന് പറയുന്നത് നീ എന്തെങ്കിലും ഡിസേർവിംഗ് ആയിട്ടാണോ? അല്ല, കരുണയാണ്, ദയയാണ്. ശരി, നീ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നിനക്ക് ഈ ദയയുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ എനിക്ക് എന്റെ കണ്ണുകളിൽ ഈ ദയയുണ്ടാകണം, എന്റെ കാതുകളിൽ ക്രിസ്തുവിന്റെ ദയയുണ്ടാകണം, എന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ ദയയുണ്ടാകണം. നമ്മുടെ നാവിലേക്ക് ദിവ്യകാരുണ്യമായി ഈശോ അലിയാൻ വരുന്നത് നമുക്ക് യോഗ്യതയുള്ളതുകൊണ്ടാണോ? അവിടുത്തെ തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവിടെ നിന്ന് നമ്മെ വീട്ടിൽ നിന്നും ആടി വിളിച്ച് സൗകര്യങ്ങൾ ഒരുക്കി ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് നമുക്ക് യോഗ്യതയുള്ളതുകൊണ്ടാണോ? അല്ല, ഒരു യോഗ്യതയുമില്ലാത്ത എന്റെ മേൽ കർത്താവ് കരുണ വർഷിക്കുന്നു.